ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്, ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഇപ്പോൾ ഒരു ട്രെയിലറോ ടീസറോ ഒന്നുമല്ല, ഒരു അനൗൺസ്മെന്റ് വീഡിയോ കലാനിധിമാരന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിലെ നടൻ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അല്ലു അർജുൻ്റെ സിനിമയാണ്. അത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏവരുടെയും സ്വന്തം അറ്റ്ലി അണ്ണനാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എന്താ പറയുക, ഒരു എന്റർടൈൻമെന്റ് പവർഫുൾ ആക്ഷൻ പാക്ഡ് സാധനം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും. സോ അതിൻ്റെ ഒരു ഭയങ്കര ഒരു അപ്ഡേഷൻസ് വരും എന്നുള്ളത് ഇന്നലെ തന്നെ അവർ ഇൻസ്റ്റയിലൊക്കെ ഇട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു മാഗ്നം ഓപ്പസ് മൂവി അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അല്ലു അർജുൻ്റെ 22ാമത്തെ സിനിമ അറ്റ്ലിയുമായിട്ട് ഒന്നിക്കുന്നു, അതിനെ കുറിച്ചിട്ടാണെന്നൊക്കെ. സോ എന്തായാലും ആ ഒരു കലാനിധിമാരനുമായിട്ടുള്ള ആ ഒരു സെറ്റപ്പ്, അത് അല്ലു അർജുനൊക്കെ വരുന്ന സമയത്തുള്ള എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. ഒരു 2.5 മിനിറ്റിന്റെ വീഡിയോ ആണ്. ഇപ്പോൾ ഇതിൽ സൺ ടി വിയുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും അത് നോക്കിക്കളയാം. സൺ പിക്ചേഴ്സ്, അറ്റ്ലി 6, അണ്ണൻ, അല്ലു അർജുൻ 22, ഇവര് 3 പേരുള്ള മീറ്റപ്പ്. എല്ലാവരും കൈ കൊടുക്കുന്നു. ഓ, ലോസ് ആഞ്ചൽസിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലോള VFX. ഓ, അറ്റ്ലി ആളാകെ അങ്ങോട്ട് മാറിയല്ലോ. അവരായിട്ട് ടൈപ്പ്, സ്പെക്ട്രൽ മോഷൻ, ഫ്രാക്ചേർഡ് എഫക്ട്സ്, അയൺ ഹെഡ് സ്റ്റുഡിയോ, വമ്പൻ ടീമുകളാണല്ലോ. ലെഗസി എഫക്ട്സ്, വേർ ഇമാജിനേഷൻ ആൻഡ് ഇവൻസ്. VFX സൂപ്പർവൈസർ. അത് സ്ക്രിപ്റ്റ് കേട്ടിട്ട് അന്തം വിട്ടു എന്നാണ് പറയണത്. ഒക്കെ പിന്നെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു. തള്ളായിരിക്കും. ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള പടമാണ് തോന്നുന്നത്. ആക്ഷൻ സീക്വൻസുകൾ ആലോചിച്ചിട്ട് തന്നെ പുളകം കൊണ്ടുവന്ന് പറയുന്നു. ഓ മൈ ഗോഡ്, വാവ്. CEO, ടെർമിനേറ്റർ ഒക്കെ സെറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഓ, അൺബിലീവബിൾ. മാസ് മീറ്റ്സ് മാജിക്. ലോള VFX. ഇവരിപ്പം തന്നെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയോ? എന്തോ കുറച്ച് സീക്വൻസുകളൊക്കെ ഷൂട്ട് ചെയ്ത് സെറ്റാക്കി 16 മിനിറ്റിലുള്ള സീക്വൻസ് കാണിക്കുന്ന മോഡൽ. മലർന്ന് ഈശ്വര എന്താവുമോ? ഹിസ്റ്റോറിക് പരിപാടി പോലെ ഉണ്ട്. ഒരു വാളിങ്ങനെ പിടിക്കുന്ന സാധനം കണ്ട്. കലാനിധിമാരൻ പ്രസൻസ്. ഗിയർ അപ്പ്, അല്ലു അർജുൻ 22, അറ്റ്ലി 6. സോ ഇതിൻ്റെ സംഭവം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലിയായിട്ട് ഒന്നിക്കുന്നു കേട്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം കേട്ട് അല്ലു അർജുൻ ഡബിൾ റോൾ ആണെന്നുള്ളതാണ്. മൂപ്പർക്ക് ഡബിൾ റോളും ത്രിബിൾ റോളൊന്നും വിട്ടിട്ടൊരു കളിയില്ലാതുകൊണ്ട്. പക്ഷെ എങ്ങനെ റോൾ എന്തോ ആയിക്കോട്ടെ, പടം പക്ക പൊളി സാധനമായാൽ മതി, അടിച്ചുപൊളി പരിപാടി ആയാൽ മതി. ഇപ്പോൾ പുഷ്പയൊക്കെ ആ ഒരു ടൈപ്പ് അല്ലു അർജുനെ കാണാൻ സത്യം പറയാലോ എനിക്ക് വലിയ താല്പര്യമില്ല. നമുക്ക് നമ്മുടെ അടിച്ചുപൊളി അല്ലു അർജുൻ പാട്ടും ഡാൻസും ആക്ഷനൊക്കെ ആയിട്ട് വരുന്ന മൂപ്പരെ കാണാനാണ് ഇഷ്ടം. ഒരു അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കാണാനാണ് മൂപ്പരുടെ ഭയങ്കര ഇഷ്ടം. പുഷ്പയിലൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ 3-4 കൊല്ലമായിട്ട് മൂപ്പര് ഒരുമാതിരി പാണ്ടികളെ പോലെ കുളിക്കില്ല ജപിക്കില്ലാത്തൊരു രൂപവും, വലിയ ഡാൻസ് ഒന്നും പറയാനൊന്നും വലിയ കാര്യമായിട്ടില്ല, വലിയ വലിയ പാട്ടുകളൊന്നുമില്ല, ഒരു അടിച്ചുപൊളി സെറ്റപ്പ് അല്ലാത്തൊരു പരിപാടി. എന്തോ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷെ അറ്റ്ലിയായിട്ട് വരുന്ന സമയത്ത്, അറ്റ്ലി എന്ന് പറഞ്ഞാൽ മൂപ്പര് ഏതൊക്കെയോ പടങ്ങളിൽ നിന്ന് കുറേ ചുരണ്ടും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം എല്ലാ പടങ്ങളും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ജവാൻ ഒഴികെ കേട്ടോ. ജവാൻ മൂപ്പരുടെ തന്നെ എല്ലാ പടങ്ങളും മിക്സ് ചെയ്തിട്ട് ഒരു എടുത്താണ്. അത് പറ്റ പാളിപ്പോയി തോന്നി. അതുപോലെ ഒന്നും ആവാണ്ടിരുന്നാൽ മതി. ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലിംസിനകത്ത് തന്നെ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വാളിൻ്റെ സീക്വൻസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് കണ്ടിട്ട് എനിക്ക് ഹിസ്റ്റോറിക് ഒരു പരിപാടി ഫീൽ ചെയ്യുന്നു. ഡബിൾ റോൾ തന്നെ ആയിരിക്കും.
പഴയ കാലവും പുതിയ കാലം ആവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ പഴയ കാലത്തിൽ ക്രീച്ചേഴ്സിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടികൾ വലിയ സംഭവമായിട്ട് തന്നെ എടുക്കുന്നുണ്ട് തോന്നുന്നു. അതിനാണ് ഇവരെ പിടിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെവി ബഡ്ജറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും മറ്റ്ലി പിന്നെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലാണ് പിടിയൊക്കെ. അപ്പോൾ എന്തായാലും ഫുള്ള് ലോള VFX ഒക്കെയാണ്. അവരൊക്കെ പൊളി സാധനങ്ങളാണ്. ആ കണ്ട എല്ലാ ടീമുകളും പൊളി സാധനങ്ങളാണ്. അപ്പോൾ എന്തായാലും ക്രീച്ചേഴ്സിനെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ കണ്ടിട്ട് ആ സ്ക്രിപ്റ്റ് റീഡ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ പുതിയത് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോട്ടൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഗൺസ് ഉപയോഗിച്ചിട്ടുള്ള ആക്ഷൻ ഫൈറ്റ് സീക്വൻസുകളൊക്കെ റീഡ് ചെയ്തിട്ട് ഭയങ്കര കോരിത്തെരിപ്പുണ്ടായി എന്ന് പറയുന്നു. അപ്പം അത്യാവശ്യം കൊല്ലം മാസമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ഹിസ്റ്റോറിക്കൽ പരിപാടിയിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെ ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഇങ്ങനെയുടെ ആ ചോക്ലേറ്റ് ബോയ് എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു സംഭവമൊക്കെ കൊണ്ടുവരണം. അത് കൊണ്ടുവരുമായിരിക്കും. അത് പുഷ്പ 2 കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടുവരുമായിരിക്കും. പുതിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ട്രെൻഡായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും. അത് പിന്നെ അറ്റ്ലീനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂപ്പര് ട്രെൻഡിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ് മൂപ്പര്. എന്തായാലും ഒരു കൊലമാസ് അൾട്രാ അടിച്ചുപൊളി പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷെ ത്രിവിക്രമിൻ്റെ പടം, ത്രിവിക്രമായിട്ടുള്ളൊരു പടം വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നു. അതെന്തായി അല്ലു അർജുൻ്റെ, അതിന് വേണ്ടിയിട്ടും കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ത്രിവിക്രമിൻ്റെ പടങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക, ഗംഭീര ഗ്ലാമറസ് ഒരു പരിവേഷം ഉണ്ടാവും നായകന്മാർക്ക്. പാവപ്പെട്ടവനാണെങ്കിലും ശരി, നായകൻ ഒരു രക്ഷയുണ്ടാവില്ല, പൊളി സാധനമായിരിക്കും, ഒരു ഗ്ലാമർ പരിപാടിയായിരിക്കും. അങ്ങനെ കാണാനാണ് ആക്ച്വലി എനിക്കിഷ്ടം. പ്രത്യേകിച്ച് അലവൈകുണ്ഠപുരമിലോ വലിയ വലിയ കഥകളൊന്നും അല്ല എന്നുണ്ടെങ്കിലും പക്ഷെ അതിൽ അല്ലു അർജുൻ്റെ സ്വാഗ് മാക്സിമം പൊട്ടൻഷ്യലി യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ. അതുപോലത്തെ പരിപാടികളൊക്കെ പിടിക്കുമായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.